ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. അവകാശ നിഷേധത്തിനെതിരെ പെൻഷനേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം. കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്ക് അർഹമായ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ അവഗണന പുലർത്തിക്കൊണ്ടും പെൻഷൻകാരെയും പൊതുസമൂഹത്തെയും ദ്രോഹിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ അസോസിയേഷൻ നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ സമരത്തിന് പിന്തുണ നൽകി. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണത്തിനുള്ള കമ്മീഷനെ നിയമിക്കുവാൻ പോലും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. 6 മാസത്തിലൊരിക്കൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന നിരക്കിനനുസരിച്ച് ജീവനക്കാർക്കും പെൻഷൻകാർക്കും അർഹമായ ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും സമയാസമയം അനുവദിക്കാതെ വർഷങ്ങൾ വൈകിപ്പിച്ച് മുൻകാല പ്രാബല്യം ഒഴിവാക്കി പാവപ്പെട്ട പെൻഷൻകാരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാർ കവർന്നെടുക്കുന്നത്. പെൻഷൻകാർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ അപാകതകൾ പരിഹരിക്കാതെയും ഓപ്ഷൻ സൗകര്യം നൽകാതെയും വരിസംഖ്യ ഇനത്തിൽ വലിയ തുകയാണ് സർക്കാർ പിടിച്ചുവാങ്ങുന്നത്. ഇന്നത്തെ സാമൂഹിക വിപത്തായ ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ട സർക്കാർ ലഹരി മാഫിയകൾക്ക് ഒത്താശ ചെയ്യുകയാണ്. ഇതിനെല്ലാം എതിരെയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി കൊടുങ്ങല്ലൂർ സബ് ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പ്രതിഷേധ യോഗം KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC പോളച്ചൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നേടിയെടുക്കാനുണ്ട്. ഒന്നാമത്തേത് പറഞ്ഞാൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും കേരളത്തിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷൻ പരിഷ്കരിക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. ഇപ്പോൾ 2020 കഴിഞ്ഞത് 2019 ശമ്പളവും പെൻഷൻ പരിഷ്കരിച്ചത്. 24 ജൂലൈ മാസം മുതൽ ശമ്പളവും പെൻഷൻ പരിഷ്കരിക്കേണ്ടതായിരുന്നു. സാധാരണ പരിഷ്കരണം നടത്തുമ്പോൾ അതിനു മുമ്പ് ഒരു കമ്മിറ്റിയെ നിയമിക്കും. ആ കമ്മിറ്റി സാഹചര്യങ്ങൾ എല്ലാ സ്ഥിതിവിശേഷങ്ങളും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് ആണ് ആ പരിഷ്കരണം നടത്താറ്. അപ്പോൾ 2024 ജൂലൈ 1 മുതൽ പരിഷ്കരണം നടത്തേണ്ടതിന് ഇതുവരെ ഒരു കമ്മിറ്റിയെ പോലും നിയമിക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല. സാമ്പത്തിക പരാധീനതയാണ് അതിന് കാരണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ ഇവിടെ വിലവർധനവ് ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ജീവനക്കാർക്ക് ക്ഷാമബത്തയും പെൻഷൻകാർക്ക് ക്ഷാമ ആശ്വാസവും കൊടുക്കുന്ന ഒരു രീതി നിലവിലുണ്ടായിരുന്നു. 2022 മുതൽ ഇവിടെ ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ ക്ഷാമാശ്വാസമോ ക്ഷാമബത്തയോ നൽകിയിട്ടില്ല. കയ്പമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് PA സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് അസോസിയേഷന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മുൻ എക്സൈസ് ഇൻസ്പെക്ടറും MES ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ KM അബ്ദുൽ ജമാൽ ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രൊഫസർ KS സിറാജ്, CH രാജേന്ദ്രപ്രസാദ്, സുധാകരൻ മണപ്പാട്ട്, PA മുഹമ്മദ് സഗീർ, ജില്ലാ വൈസ് പ്രസിഡന്റ് VC കാർത്തികേയൻ, നിയോജകമണ്ഡലം സെക്രട്ടറി PG കൃഷ്ണനുണ്ണി മാസ്റ്റർ, അസോസിയേഷൻ ജില്ലാ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ VK സെയ്തു, KA ഹൈദ്രോസ്, EK സോമൻ, TS രാജേന്ദ്രൻ, CB ജയലക്ഷ്മി ടീച്ചർ, KS ജനരാജൻ, KM ജോസ്, PK ഹരിദാസ്, KK സഫർ അലിഖാൻ, PM തോമസ്, KK കോമളൻ മാസ്റ്റർ, CK ദിനകരൻ, MK പ്രേമനന്ദൻ, M ഗോപിനാഥൻ, വനിതാ ഫോറം നേതാക്കളായ ചാന്ദിനി ടീച്ചർ, ER ലൈല എന്നിവർ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകി.